കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജിനെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നല്ല തീരുമാനമല്ല, നിലപാട് മോശമാണ്. ഇങ്ങനെ ഉണ്ടായത് ഈ രോഗികൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ പാവപ്പെട്ട കൂലിപ്പണിക്കാരനാ ഈ 10 രൂപ ഇല്ലാത്ത വ്യക്തി എന്താക്കൂ? ഇവര് നോക്കോ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവരെടുത്ത് 10 രൂപ വേണമെന്ന്. ഈ 10 രൂപ ഇല്ലെങ്കിൽ ഇവരെന്താക്കൂ? ഈ രോഗി ഇവിടെ കിടന്ന് മരിക്കണോ? അപ്പൊ അതില്ലാതെ മട്ടത്തിലാക്കണോ? അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, പാവപ്പെട്ടവരുടെ ആശ്രയമാണ്. അവിടെ 10 രൂപ എന്ന് പറഞ്ഞാൽ ചിന്തിക്കും ഒരു ചായയുടെ പൈസയല്ലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ പാവം പിടിച്ച മനുഷ്യർക്ക് അതൊരു വലിയ തുകയാണ്. അവർ ഇത്ര കാലവും സൗജന്യമായി നല്ല ചികിത്സ ലഭിക്കുമെന്ന് കരുതി ഓടിച്ചു നിന്നിരുന്ന ഇടമാണ്. ഈ തീരുമാനം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി യോഗത്തിൽ ഉണ്ടായതാണെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസം ഇതേ സമാനമായ തീരുമാനം കണ്ടു. എന്താണ് ആശുപത്രിയുടെയും അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങളുടെയൊക്കെ ഈ തീരുമാനത്തോടുള്ള പ്രതികരണം? ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒറ്റയടിക്ക് ഈ 10 രൂപയിലേക്ക് ഈ OP ടിക്കറ്റ് നിരക്ക് ഉയർത്തിയതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം. നേരത്തെ ഇവിടെ സൗജന്യമായിട്ടാണ് OP ടിക്കറ്റ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ആശുപത്രി വികസന സമിതി യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷനായിരുന്നു. ഈ യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. ഈ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ പുറത്ത് ഈ 10 രൂപ OP ടിക്കറ്റിന് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. യൂത്ത് ലീഗും ഒപ്പം യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ ഇന്ന് പ്രതിഷേധവുമായി എത്തി. അവർ സൂപ്രണ്ട് ഇൻചാർജിനെ ഉപരോധിച്ചു. അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇതിന് ഒരു വിശദീകരണമായി ഇവർ പറയുന്നത്, ആശുപത്രി അധികൃതർ ഉൾപ്പെടെ പറയുന്നത്, ഇങ്ങനെ ലഭിക്കുന്ന പണം അത് 10 രൂപ ഓരോരുത്തരിൽ നിന്ന് OP ടിക്കറ്റിന് ചാർജ് ഈടാക്കുന്നു. ദിനം പ്രതി ആയിരക്കണക്കിന് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന തുക മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളതാണ്. ദൈനംദിന പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജിൽ നടന്നു പോകേണ്ടതുണ്ട്. ഈ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഈ തുക അതൊരു സഹായകമാകും എന്നാണ് കളക്ടർ ഉൾപ്പെടെ പറയുന്നത്. അതായത് ഈ തുക ചെല്ലുന്നത് പാവപ്പെട്ടവരിലേക്ക് തന്നെയാണ്. പാവപ്പെട്ടവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. അതുകൊണ്ട് ഇതൊരു വലിയ വില വർധനവല്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു നിരക്ക് ഈടാക്കലല്ല എന്ന ന്യായവാദമാണ് ഈ ആശുപത്രി അധികൃതരും ഒപ്പം കളക്ടറും ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഇവരുടെ പ്രതികരണം, ഇവിടെ OP ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലുണ്ടായിരുന്ന രോഗികളുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. അവർ പറയുന്നത് ഇത് ആ രീതിയിൽ ഒറ്റയടിക്ക് ഇങ്ങനെ ഈ 10 രൂപയിലേക്കൊക്കെ ഉയർത്തുക എന്ന് പറയുന്നത് അത് ഒരു കൊള്ളയാണ് എന്ന രീതിയിൽ ചിലർ പ്രതികരിച്ചിരുന്നു. അതിൻ്റെ ഗുണം ലഭിച്ചാൽ നല്ലതാണ്, പക്ഷേ അത് എപ്പോൾ ലഭിക്കും, ആ ഒരു ഗുണത്തിലേക്ക് എപ്പോഴെത്തും എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്നത്. ഏതായാലും ഈ ഒരു തീരുമാനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധം തീർച്ചയായും വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് 10 രൂപ ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഉയരുന്നത്. പാവപ്പെട്ട രോഗികൾ അവിടെ എത്തുന്നവരുടെ എല്ലാവരുടെയും പ്രതികരണത്തിൽ തന്നെ ഇതൊരു വലിയ നിരക്ക് വർധനയായിപ്പോയി എന്നാണ് അവർ പ്രതികരിക്കുന്നത്.